ഗുഡ് മോർണിംഗ് എവരിവൺ പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു സൃഷ്ടാവായ ദൈവമാണ്. പലർക്കും അത് അംഗീകരിക്കാൻ പ്രയാസമാണെങ്കിൽ പോലും അല്ലെ, യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ അവൻ സൃഷ്ടാവായ ദൈവമാണ്. നമ്മൾക്കിന്ന് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, സ്വർഗത്തിലുള്ളതും ഭൂമിയുടെ അടിയിലുള്ളതല്ല, വെള്ളത്തിലുള്ളത് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്, അവൻ വഴിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ജീവിതമല്ല, ഒരു പർപ്പസും ഇല്ലാത്ത, ഒരു കാര്യവുമില്ലാത്ത ഒരു ജീവിതമല്ല. കുറേയധികം ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, വർക്ക് ചെയ്യുന്നു, കുടുംബം ഉണ്ടാകുന്നു, അങ്ങനെ അത് കഴിഞ്ഞ് ഒരാളും മരിച്ചു പോകുന്നു, അങ്ങനത്തെ ഒരു കാര്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ദൈവം ഓരോ വ്യക്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് വേണ്ടിയാണ് അല്ലെ. ഒരു പർപ്പസ് ഉണ്ട് നമ്മളുടെ ലൈഫിൽ. നമ്മളാകുന്നത് അവനിലാണ് അല്ലെ. യേശു ക്രിസ്തുവിലാണ് നമുക്ക് ഇൻഹെറിറ്റൻസ് ഉള്ളത്. യേശു ക്രിസ്തുവിലാണ് നമുക്ക് നമ്മുടെ പാപത്തിന്റെ പരിഹാരമുള്ളത്, പാപത്തിന്റെ ഫൊർഗീവ്നെസ് ഉള്ളത് അല്ലെ. അവനിലാണ് നമ്മുടെ എല്ലാ ബ്ലെസ്സിങ്ങും ഉള്ളത് അല്ലെ. ദൈവം നമ്മളെ അവനിലാക്കി ഇരിക്കുന്നു അല്ലെ. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ അവകാശികളാണ്. അവകാശം തരുന്നവനാണ് ദൈവം അല്ലെ. ഇത് നമുക്കൊരു പുതിയ വർഷം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പലരും കഴിഞ്ഞു പോയിരിക്കുന്നു, പക്ഷെ നമ്മൾക്കൊരു വർഷം ദൈവം തന്നിരിക്കുന്നു. അപ്പോൾ ദൈവം തന്നെയായിരിക്കട്ടെ നമ്മുടെ അവകാശം അല്ലെ. ആ അവകാശത്തിനായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം അല്ലെ. ദൈവത്തിനായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവത്തിലായിരിക്കട്ടെ നമ്മുടെ കണ്ണ് അല്ലെ. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം അത് നമുക്ക് തികയ്ക്കാം അല്ലെ. അപ്പം നമ്മൾക്ക് മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. ഈ ലോകത്തിന്റെ കാര്യത്തിലേക്ക് നമ്മളുടെ കണ്ണ് പോകാതെ അവനിലായിരിക്കട്ടെ നമ്മുടെ കണ്ണ് അല്ലെ. അവനാണ് നമ്മളുടെ അവകാശം. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹമില്ല. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ കൂടെ ഉള്ളതിന് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ അവകാശമാണ് യേശുവേ. അങ്ങയിലായിരിക്കും ഞങ്ങളുടെ എല്ലാ അവകാശവും കർത്താവ് അങ്ങയിലായിരിക്കും. കർത്താവ് ഞങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ്ങും അങ്ങയിലായിരിക്കും കർത്താവ്. താങ്ക് യു ജീസസ്. മിസ്റ്റർ ക്രോസ് ഓഫ് കാൽവരിയിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതം കർത്താവ് അങ്ങ് മാറ്റി, കർത്താവ് പാപപൂർണമായിരുന്ന ജീവിതത്തെ മാറ്റി അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് തന്നപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഒരു അവകാശവും കൂടെ അങ്ങ് തന്നു. താങ്ക് യു ജീസസ്. മിസ്റ്റർ പ്രൈസ് യു, വർഷിപ്പ് യു. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി ഫാദർ. അങ്ങയുടെ നാമത്തിന് എല്ലാ വിധത്തിലും മഹത്വം ഉണ്ടാകട്ടെ. ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് എന്ന് പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളുടെ അവകാശത്തിന്റെ ഗ്യാരണ്ടി ആണെന്നുള്ള കർത്താവ്. താങ്ക് യു ജീസസ്. മിസ്റ്റർ പ്രൈസ് യു, മിസ്റ്റർ വർഷിപ്പ് യു. അപ്പൊ ഫാദർ അങ്ങേക്കായിട്ട് സ്നേഹം നന്ദി പറഞ്ഞു, ഞങ്ങളുടെ സ്നേഹത്തായിട്ട് നന്ദി പറഞ്ഞു. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്ക് ഇന്ന് എബ്രായർക്കെഴുത്ത് ലേഖനത്തിലേക്ക് പോകാം. എബ്രായർക്കെഴുത്ത് ലേഖനത്തിന്റെ 11ാമത്തെ ചാപ്റ്ററിന്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. എബ്രായർക്കെഴുത്ത് ലേഖനത്തിന്റെ 11-8 തൊട്ട് 10 വരെ. നമുക്കറിയാം, ഈ ചാപ്റ്ററിനെ പറ്റി അറിയാം. എന്താ പറയാ, ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്ന അല്ലെ വിശ്വാസ വീരന്മാരുടെ ഒരു ചാപ്റ്ററാണിത് അല്ലെ. അവരെ പറ്റി സംസാരിക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലെ. അപ്പോൾ നമ്മളുടെ പേരും ഇതിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓഫ് കോഴ്സ് നമുക്കറിയാം, ബൈബിളിൽ നമ്മുടെ പേര് എഴുതി ചേർക്കാൻ സാധിക്കത്തില്ല, പക്ഷെ ഇവരുടെ ലിസ്റ്റിൽ നമ്മളുടെ പേരും ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അല്ലെ. നമ്മളുടെ ചുറ്റും നിൽക്കുന്ന ഒരു വലിയ എന്താ പറയുക ക്ലൗഡ് ഓഫ് വിറ്റ്നസ് തന്നെയാണ് അല്ലെ. നമുക്ക് നമ്മളെ ചിയർ ചെയ്യാൻ വേണ്ടി അല്ലെ, അവരെങ്ങനെ നടന്നു അതുപോലെ നമ്മളും ദൈവത്തിൽ എത്തിപ്പെടുക എന്ന് അതിനുവേണ്ടി നമ്മളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഒരു വലിയൊരു ക്ലൗഡ് ഓഫ് വിറ്റ്നസ് ഉണ്ട് നമ്മളുടെ ചുറ്റും. അപ്പൊ ഇവിടെ എബ്രഹാമിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 8 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ എബ്രഹാമിനെ പറ്റി പറഞ്ഞു. അത് താഴേക്ക് എബ്രഹാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഞാൻ ഇപ്പൊ ഈ 2-3 വാക്കുകളൊന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് എബ്രഹാമിന്റെ വിശ്വാസത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വിശ്വാസത്തിൽ എബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തേക്ക്, ഒരു അന്യദേശത്തേക്ക് എന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുപോന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പോ എബ്രഹാമിനെ ദൈവം വിളിച്ച് കൊണ്ടുവരുന്ന തന്റെ കുടുംബത്തിൽ നിന്നും അല്ലെ. ജനസിസ് 12 ഉൽപ്പത്തിന്റെ 12ലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. ദൈവം പറയും, നിന്റെ ചാർച്ചക്കാരൻ, നിന്റെ കുടുംബത്തെ, നിന്റെ വീടിനെ, നിന്റെ പിതാവിന്റെ ഭവനത്തെ എല്ലാത്തിനെയും വിട്ട് നീ ഇറങ്ങുമെന്ന് പറയും. ദൈവം കാണിക്കുന്ന ഒരു ദേശത്തേക്ക് അല്ലെ. അപ്പൊ അത് എങ്ങോട്ടാണ് പോകുന്നത് അറിയത്തില്ലാതെ എബ്രഹാം ഇറങ്ങുന്നു അല്ലെ. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളൊരു വാക്ക് എന്താന്ന് വെച്ചാൽ, എബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടവരനുസരിച്ച്. അപ്പൊ ദൈവം എന്താ പറഞ്ഞ അവകാശങ്ങൾ തരുന്ന ദൈവമാണ്. അതാണ് ഇന്നത്തെ ടോപ്പിക് അല്ലെ. ദൈവം വെറുതെ നമ്മളെ വിളിച്ചിട്ട് ഓക്കെ എന്നെ നീ എന്നെ ഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ട് വെറുതെ വിടുന്ന ദൈവമല്ല, അവകാശം തരുന്ന ദൈവമാണ്.
അല്ലെ? അപ്പൊ നമുക്കറിയാം എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം എബ്രഹാം നല്ല പണക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. എബ്രഹാം അത്ര പാവപ്പെട്ടവനൊന്നും ആയിരുന്നില്ല. അപ്പൊ ഉൽപ്പത്തി തന്നെ 12ലേക്ക് പോകുമ്പോ 5ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എബ്രഹാം തന്റെ ഉൽപ്പത്തിന്റെ 12:5 എബ്രഹാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സ്വത്തുക്കളൊക്കെയും തങ്ങൾ ഹരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകാൻ പുറപ്പെട്ട കനാൻ ദേശത്ത് എത്തി. അപ്പൊ ഒരുപാട് സ്വത്തുണ്ട്. ഇപ്പൊ എബ്രഹാമിന്റെ ഫാമിലിക്കാണെങ്കിൽ ഒരുപാട് സ്വത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അവര് പാവപ്പെട്ട ആൾക്കാരൊന്നും ആയിരുന്നില്ല. അപ്പൊ തങ്ങൾ സ്വരൂപിച്ച ആളുകളെ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ആളുകള് എന്ന് വെച്ചാല് എബ്രഹാമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെ സ്ലേവ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഒരുപാട് പേരെയൊക്കെ ആയിട്ടാണ് എബ്രഹാം പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാം ഒരു കൊച്ചു മുതലാളിയായിരുന്നു ചുരുക്കം, അല്ലെ? അപ്പൊ അങ്ങനെ മുതലാളി ആയിട്ടുള്ള ആൾക്ക് പിന്നെ ദൈവം എന്താ പറയാ അവകാശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എബ്രഹാം അന്ന് കുറെ സ്വത്തുകൾ ഉണ്ടായത് ഈ ലോക പ്രകാരമാണെങ്കിൽ അതിനെപ്പറ്റിയല്ല ദൈവം ഇവിടെ ഉദ്ദേശിച്ചത്. ദൈവത്തിലായിരിക്കുമ്പോൾ ഒരു അവകാശമുണ്ട്, അല്ലെ? ദൈവത്തിലായിരിക്കുമ്പോൾ ഒരു അവകാശത്തെ പറ്റിയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മള് ആരൊക്കെ യേശുവിലായിരിക്കുമ്പോൾ അവർക്കൊരു അവകാശം ഉണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ തനിക്ക് കിട്ടാതിരിക്കുന്ന അവകാശമേ കിട്ടാതിരിക്കുന്ന ദേശത്തേക്ക് യാത്രയായി അവിടെ ചെന്നതിന് ശേഷം എബ്രഹാം എന്താ ചെയ്തത്? തനിക്ക് ഇവിടെ ദേശം തന്നിരിക്കുന്നു, എന്താ പറയുന്നത്, ദൈവം പറഞ്ഞിരിക്കുക നിനക്ക് കുഞ്ഞുങ്ങൾ ജനിക്കും, അല്ലെ? നിന്റെ സന്തതി പരമ്പരകള് ഈ ആകാശത്തെ കാണുന്ന നക്ഷത്രങ്ങളുടെ അത്രയും തന്നെ ഉണ്ടായിരിക്കും, സമുദ്രത്തിന്റെ തീരത്തുള്ള മണൽത്തരിയുടെ അത്രയും തന്നെ ഉണ്ടായിരിക്കും, അത്രയും ആൾക്കാരുണ്ടായിരിക്കും, അല്ലെ? എന്ന് പറയുമ്പോ അല്ലെ അത് ദൈവം അവകാശമായിട്ട് അത് കൊടുക്കുവാണ്, അല്ലെ? ഇതാണ് നിനക്ക് സംഭവിക്കാൻ, ഇതാണ് നിന്റെ ജീവിതം എന്ന് പറയുമ്പോ എന്നിട്ടും കൂടെ, അല്ലെ, വലിയ ഒരു നാടിനെ പറ്റി ഇന്ന് ഞാനൊരു രാജ്യമാക്കാൻ പോകുന്നു, പിതാവാക്കാൻ പോകുന്നു, നാടുകളുടെ നേഷൻസിനെ പിതാവാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾ കൊടുക്കുന്ന അല്ല പറഞ്ഞിരിക്കുന്നത് നമ്മളെപ്പോലുള്ളവര് എബ്രഹാമിന്റെ ഫാമിലേക്ക് കൂടെ കൂട്ടപ്പെടും, അല്ലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഇതെല്ലാം കിട്ടിയിട്ടും പക്ഷെ എബ്രഹാമിന്റെ കണ്ണ് ഈ ലോകത്ത് തനിക്ക് കിട്ടിയിരിക്കുന്ന അവകാശത്തിൽ ഒന്നും ആയിരുന്നില്ല, അല്ലെ? എബ്രഹാമിന് ഒരു കാര്യം പറയായിരുന്നു, ഇത് ഈ ലോകത്തിലെ അവകാശം എന്ന് പറഞ്ഞത് ദൈവം തന്ന അവകാശമൊക്കെ തന്നെ, പക്ഷെ ദൈവം ഇവിടെ കാണിക്കുന്നത് വേറൊരു കാര്യമാണ്, അല്ലെ? എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം എബ്രഹാമിനെ പറ്റി ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എബ്രഹാം ഒരു എന്താ പറയുക പ്രോഫറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം, അല്ലെ? അപ്പൊ എബ്രഹാമിന്റെ കാര്യം എബ്രഹാം ദൈവത്തിന്റെ മനസ്സറിയാവുന്നത്. അപ്പൊ എബ്രഹാമിനോട് തനിക്ക് അവകാശമായിട്ട് നാട് തരുന്നു പറയുമ്പോ ഇതല്ല ശരിക്കുമുള്ളത്, പക്ഷെ ഇതൊരു സിംബോളിക് ആയിട്ട് ദൈവം തനിക്ക് ഫിസിക്കലി തരുന്ന ഒരു നാട്, അതിനെ കാണിക്കുന്നത് വേറെ ഒന്നിനെയാണ്, അത് കാണിക്കുന്ന വേറൊരു കാര്യമാണെന്നുള്ള കാര്യം എബ്രഹാം ദൈവവുമായിട്ടുള്ള ഒരു സഹചാരം അല്ലെ, അപ്പൊ ദൈവവുമായിട്ടുള്ള നടപ്പ് കൊണ്ട് എബ്രഹാമിന് കാര്യം പിടിക്കും, അല്ലെ? ഇതല്ല ശരിക്കും ഉള്ളത്, അല്ലെ? ഇത് പെർമനന്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള ഒരു കാര്യം, ഈ അവകാശമല്ല ശരിക്കുമുള്ള അവകാശം, വേറെ ഏതോ ഒരു അവകാശമുണ്ട്. അതുകൊണ്ടാണ് താൻ ശരിക്കുമുള്ള ഒരു വീട് പോലും വെക്കാതെ, അല്ലെ, ഒരു ടെന്റില് കൂടാരത്തിൽ വസിച്ചു. ഐസക്കും കൂടാരത്തിൽ വസിച്ചു. ഐസക്കൊക്കെ ഭയങ്കര പണമുള്ള വ്യക്തികള്, എപ്പോഴും ജീവിത അവസാനം കൂടാരത്തിൽ വസിച്ചെന്ന് വിചാരിച്ചോണ്ട്, അല്ലെ? യാക്കോബും അങ്ങനെ തന്നെ അവര് കൂടാരത്തിൽ വസിക്കുന്ന ആൾക്കാരായിരുന്നു. അതിന്റെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു, അല്ലെ? അപ്പൊ അതാണ് ദൈവം ശില്പിയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാനമുള്ള നഗരം, അല്ലെ? സയോൺ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കിങ്ഡം, അല്ലെ? അതാണ് ഇനി വരാനിരിക്കുന്നതാണ് തങ്ങൾക്കുള്ള യഥാർത്ഥത്തിലുള്ള ഒരു അവകാശം എന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ട എബ്രഹാം ഇവിടെ ഇനിയിപ്പോ കൂടാരത്തിൽ താമസിച്ചാൽ മതി, ഇതെനിക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഇത് ഈ എന്താ പറയാ ഞാൻ ആയിരിക്കുന്ന ഭൂമി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്റെ മക്കൾക്ക് കൊടുക്കുന്നുള്ളൂ, പക്ഷെ അതല്ല യഥാർത്ഥത്തിലുള്ള അവകാശം, എനിക്കൊരു അവകാശം വരുന്നുണ്ട്, അല്ലെ? എനിക്കൊരു യഥാർത്ഥത്തിലുള്ള ഒരു അവകാശം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എബ്രഹാം വളരെയധികം ത്രിൽഡ് ആയിട്ട് എബ്രഹാം എനിക്ക് ഇവിടുത്തെ ലോകത്തിലെ ഈ എന്താ പറയാ വലിയ പാലസ് ഒന്നും വേണ്ട, എനിക്ക് വരുന്നതിന് ഞാൻ കാത്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഒരിക്കൽ പോലും ദൈവം അഷേംഡ് ആയിരുന്നില്ല, ദൈവത്തിന് ഒരിക്കൽ പോലും നാണക്കേട് ഉണ്ടായിരുന്നില്ല. ഇവിടെ ദൈവത്തിന്റെ ദൈവമാണ്, സോറി, എബ്രഹാമിന്റെയും സാറാന്റെ ഒക്കെ ദൈവമാണെന്ന് പറയുന്നതിന് വേണ്ടി, ഇവരുടെ ദൈവമാണെന്ന് പറയുന്നതിന് വേണ്ടി ദൈവത്തിന് ഒരിക്കൽ പോലും ഒരു നാണക്കേടേ ഉണ്ടായിരുന്നില്ല, അല്ലെ? കാരണം അവര് ദൈവത്തെ വിശ്വസിച്ചു, അല്ലെ? ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെ, തനിക്ക് ലോകത്തില് തന്നിരിക്കുന്ന അത് വരാനിരിക്കുന്നതിന്റെ ഒരു നിഴല് മാത്രമാണെന്നുള്ള കാര്യം എബ്രഹാമിന് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്ന എബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്,
അല്ലെ? എല്ലാവരും എബ്രഹാമിന്റെ മക്കളല്ല അല്ലെ? അപ്പൊ പ്രോമിസ് വഴി ജനിച്ചിരിക്കുന്ന എബ്രഹാമിന്റെ മക്കൾ. അപ്പൊ നമുക്കറിയാം ഐസക്കിനെ പറ്റി അറിയാം. ഐസക്ക് കഴിഞ്ഞ ശേഷം ഐസക്കിന് മുമ്പ് ഇസ്മയേൽ ഉണ്ടായിരുന്നു. എബ്രഹാമിന്റെ മക്കളായിട്ട്. അതിനുശേഷം കെട്ടൂരനെ വിവാഹം കഴിച്ചു. കെട്ടൂരയിലും ഒരുപാട് മക്കൾ, കുറച്ച് അധികം മക്കളുണ്ടായിരുന്നു. പക്ഷേ ഐസക്കിനാണ് എന്താ പറയുന്നെ, എബ്രഹാം തന്റെ സ്വത്തുവകകൾ മൊത്തം കൊടുത്തത് അല്ലെ? ബാക്കിയുള്ള കെട്ടൂരന്റെ മക്കൾക്കൊക്കെ എന്ത് കൊടുത്ത? കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ട് അവർക്ക് അവരെ ദൂര സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നു അല്ലെ? അവരെ ഐസക്കിന്റെ അടുത്ത് നിന്ന് മാറുന്നു. കാരണം എന്താ വെച്ചാല്, ശരിക്കും പറഞ്ഞാല് ഒരു കാര്യം മനസ്സിലാക്കുക, ഇസ്മായിലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്മായില് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നില്ല. എന്താ പറയുന്നത്, എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നില്ല ഇസ്മായിൽ എന്നുള്ളത് അല്ലെ? കെട്ടൂരെ ഒരുപക്ഷെ ദൈവം സൃഷ്ടിച്ച മക്കൾ അല്ലെ? പക്ഷെ ഐസക് ആണ് ശരിക്കും പറഞ്ഞ പ്രോമിസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന മകൻ എന്ന് പറഞ്ഞാൽ അല്ലെ? അപ്പൊ ആ ഐസക് വഴിയാണ് എബ്രഹാമിന്റെ എന്താ പറയുക സന്തതി പരമ്പരകൾ വരുന്നു. അതുവഴി യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നു എന്നുള്ള കാര്യമൊക്കെ എബ്രഹാം നേരത്തെ പറഞ്ഞ പോലെ പ്രോഫറ്റ് ആയിരുന്നപ്പോ എബ്രഹാമിന്റെ കാര്യങ്ങൾ അറിയാം. ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. കാരണം എബ്രഹാം ഐസക്കിന് ബലി കൊടുക്കാൻ പറയുമ്പോൾ എബ്രഹാമിന് ഒരു കാര്യം അറിയാമായിരുന്നു അല്ലെ? എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേൽപ്പ് പോസിബിൾ ആണ് എന്നുള്ള കാര്യം. അപ്പൊ അതെല്ലാം നമുക്ക് മനസ്സിലാക്കി തന്നെ എന്താന്ന് വെച്ചാല്, ദൈവമായിട്ടുള്ള ആ സഹവർത്തിത്വം കാണും, ദൈവമായിട്ട് ഉള്ള ആ ഒരു അടുപ്പം കാണും. ദൈവം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരിക്കുക അല്ലെ എബ്രഹാമിന്. അപ്പൊ ഇതെല്ലാം തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ അവകാശമല്ല ശരിക്കുമുള്ള അവകാശം എന്നുള്ള ഒരു കാര്യം എന്താ പറയുക എബ്രഹാമിന് കാര്യം മനസ്സിലാകുന്നു അല്ലെ? അപ്പൊ നമ്മള് ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, ഹോളിസ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിന്റെ മക്കളാണ് അല്ലെ? പ്രോമിസിൽ ജനിച്ചിരിക്കുന്ന മക്കളാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ നമ്മള് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാകും, യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തവരായിരിക്കുമ്പോൾ, യേശുവിന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്യപ്പെടുന്നവരായിരിക്കുമ്പോൾ നമ്മൾ പ്രോമിസ്ഡ് ആയിട്ടുള്ള മക്കൾ. അവരെ സംബന്ധിച്ചോളം അവകാശം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക് റോമക്കത്ത് ലേഖനത്തിൽ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന 17ാമത്തെ വാക്ക്, നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ അല്ലെ? അപ്പൊ ദൈവത്തിന്റെ അവകാശികളാണ്. അപ്പൊ എബ്രഹാമിന് അറിയാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരം അതുണ്ട് അല്ലെ? എനിക്ക് അതിന്റെ പാട്ടായിരിക്കണം, അതിന് ദൈവം തന്നെ ആയിരിക്കണം എന്റെ അവകാശം എന്നുള്ള കാര്യം എബ്രഹാമിന് അറിയാമല്ലോ. ഉൽപ്പത്തിയിലേക്ക് വരുമ്പോൾ 15ാമത്തെ ചാപ്റ്ററിൽ ദൈവം ഇങ്ങനെ തന്നെയാ എബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകും അല്ലെ? അപ്പൊ എബ്രഹാമിന് അറിയാം, എന്റെ ഇൻഹെറിറ്റൻസ്, എന്റെ അവകാശം എന്ന് പറഞ്ഞാൽ എന്റെ പ്രതിഫലവും എല്ലാം ദൈവം തന്നെയാണ് അല്ലെ? അപ്പോ നമ്മളെയും ഇന്ന് ആ പ്രതിഫലത്തിന് അല്ലെങ്കിൽ ആ എന്താ പറയുക അവകാശത്തിന്റെ പാത്രങ്ങളാക്കിയിരിക്കുക. കൊളോസ്യർക്കെതിലേക്ക് 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 12ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കിയിരിക്കുന്നു പിതാവ് നമ്മളെ പ്രാപ്തരാക്കിയിരിക്കുക ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പൊ വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട്, വെളിച്ചത്തിലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ വെളിച്ചം ആരാണ്? യേശുക്രിസ്തുവാണ് വെളിച്ചം. ലോകത്തിന്റെ വെളിച്ചം യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തുള്ള അവകാശത്തിനായിട്ട് അല്ലെ? എന്ന് പറഞ്ഞാൽ ദൈവം ആണ് നമ്മളുടെ അവകാശം എന്ന് പറഞ്ഞാല് യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ അവകാശം അല്ലെ? ഈ 2025 ദൈവം നമുക്ക് തന്നിരിക്കുമ്പോ അല്ലെ, അവകാശങ്ങൾ തന്നെ ദൈവത്തിലേക്ക് ആയിരിക്കണം നമ്മുടെ കണ്ണുകൾ. അവനാണ് നമ്മളുടെ വിശ്വാസത്തിന്റെ രചയിതാവും ഫിനിഷ് ചെയ്യുന്നവരും അല്ലെ? ഓതറും ഫിനിഷറും യേശുക്രിസ്തു തന്നെ. അവനിലായിരിക്കണം നമ്മുടെ കണ്ണ്, അവനായിരിക്കണം നമ്മളുടെ അവകാശം എന്ന് പറഞ്ഞു. ലോകത്ത് എത്രമാത്രം അവകാശം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും അല്ലെ, അതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഈ ലോകം മാറ്റപ്പെടുന്നത് ലോകം അല്ലെ? അവൻ നമ്മളുടെ അവകാശമായിട്ട് വരുമ്പോൾ, യേശുക്രിസ്തുവാണ് നമ്മളുടെ അവകാശമെങ്കിൽ അതിൽ സ്ഥിരതയുള്ളത് അല്ലെ? ദൈവത്തിന്റെ രാജ്യം, ദൈവം ഒരിക്കൽ പോലും മാറിപ്പോകാത്തത്. ഈ ലോകത്തിൽ എന്തെങ്കിലും സ്ഥിരമായിട്ടുള്ളതുണ്ടെങ്കിൽ ദൈവമല്ലാതെ വേറെ ആരുമല്ല. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ അവകാശമാണെന്ന് പറയുമ്പോൾ നമ്മളുടെ അവകാശം, നമുക്കൊരു ഇൻഹെറിറ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് വിചാരിച്ചു നോക്കിയേ, നമുക്ക് ഏതെങ്കിലും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി, നമ്മുടെ കുറച്ച് വസ്തുവകളൊക്കെ നമ്മുടെ അവകാശമായിട്ട് നമ്മുടെ പേരൻസിൽ നിന്നല്ല ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് വിട്ടുകളയത്തതും, നമ്മുടെ കണ്ണ് അവിടെ ആയിരിക്കും അല്ലെ? കുറെ ഏക്കർ കണക്കിന് നെൽപ്പാടോ അല്ലെങ്കിൽ തെങ്ങുംതോപ്പോ ഒക്കെ ഉള്ള അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് അവിടെ ആയിരിക്കും അല്ലെ? ദൈവമാണ് നമ്മുടെ അവകാശം എന്ന് പറയുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ കണ്ണ് നിന്റെ മനസ്സ് അവിടെ എന്നിലായിരിക്കട്ടെ അല്ലെ? ലേവി ഗോത്രത്തിലുള്ളവരോട് അല്ലെ,
എന്താ പറയുക, ലേവി ഗോത്രത്തിൽപ്പെട്ടവരോട്, ലേവി ട്രൈബിനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാനാണ് നിങ്ങളുടെ അവകാശമെന്ന് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ബാക്കിയുള്ളവർക്കെല്ലാം വേറെ ഒരുപാട് അവകാശങ്ങൾ ദൈവം കൊടുത്തു, അല്ലെ? അവർക്ക് അവരുടെ ലാൻഡ് കൊടുത്തു, അവരുടെ എന്താ പറയുക, സ്ഥലങ്ങൾ അവർക്ക് തിരിച്ചു കൊടുത്തു, മോസസ് വഴി, പിന്നെ ജോഷുവ വഴി, അല്ല, തിരിച്ചു കൊടുത്തെങ്കിൽ പോലും ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രം, ലേവി ട്രൈബില് മാത്രം ഉള്ളവർക്ക് ഒരു ലാൻഡും തിരിച്ചു കൊടുത്തില്ല. അവർക്ക് അവകാശമായിട്ട് കൊടുത്തിരിക്കുന്ന ദൈവത്തെയാണ്. പക്ഷെ എന്നാലും ദൈവം ബാക്കിയുള്ളവരുടെ അവകാശത്തിൽ നിന്ന് അവരോട് താമസിച്ചോളം പറഞ്ഞു. പക്ഷെ അത് അവരുടേതല്ല, അല്ല, ദൈവത്തിൻ്റെത്. ഓഫ് കോഴ്സ് നമുക്കറിയാം, ആ ലാൻഡ് മൊത്തം ദൈവത്തിൻ്റെതാണ്, അല്ലെ? ഈ ലോകം മൊത്തം ദൈവത്തിൻ്റെതാണ്, അല്ലെ? ഒന്നും തന്നെ എന്താ പറയുക, നമുക്കായിട്ടുള്ളതില്ല, പക്ഷെ എല്ലാം ദൈവത്തിൻ്റെതാണ്. പക്ഷെ അവിടെയും ദൈവം പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, ലേവി ഗോത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെ, ലിവായ് ട്രൈബിനോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് അവകാശമുള്ളത് ഞാനാണല്ലോ, ദൈവമാണ്, സൃഷ്ടാവായ ദൈവമാണ് അവകാശം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ ഇന്ന് ദൈവം ഒന്നിനും കൊള്ളാതിരുന്ന നമ്മളെ യേശുവിന്റെ രക്തം വഴി നമ്മളെ ഇന്ന് റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയിരിക്കുകയാണ്, അല്ലെ? അപ്പൊ രാജകീയ പുരോഹിത വർഗത്തിന്റെ ഉള്ള അവകാശം എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് അവകാശം, അല്ലെ? അപ്പൊ എനിക്ക് പറയാനുള്ള ഇതാണ്, 2025 നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അല്ലെ? ഒരു പുതിയ വർഷം നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ ദൈവം തന്നിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവനാണ് നമ്മളുടെ അവകാശം, അല്ലെ? ആ അവകാശത്തിലായിരിക്കട്ടെ നമ്മുടെ കണ്ണ്. നമ്മൾക്ക് സ്വത്തും വകകളും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല. നമ്മളെപ്പോഴും അതിനെപ്പറ്റി തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയല്ലോ. ബാങ്ക് ബാലൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അതിലേക്കായിരിക്കും നമ്മുടെ കണ്ണ് പോകുന്നത്, അല്ലെ? നമ്മളുടെ ദൈവം തന്നെ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ എന്താ പറയാ, ട്രഷർ എവിടെയാണോ അവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്, അല്ലെ? നമ്മൾക്ക് സ്വത്ത് വകകളുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ കണ്ണും നമ്മുടെ ഹൃദയവും അവിടെയാണെങ്കിൽ ദൈവമായിരിക്കട്ടെ, യേശുക്രിസ്തുവാണ് നമ്മളുടെ അവകാശം. അത് മനസ്സിലാക്കുക നമ്മൾ, അല്ലെ? 2025 ദൈവത്തിന്റെ ഒപ്പം നടക്കുന്ന ഒരു വർഷമാകട്ടെ. 2025 അവനെ ചങ്കോട് ചേർത്ത് നിർത്തുന്ന ഒരു വർഷമാകട്ടെ. 2025 എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ എന്താ പറയാ, രക്തം കൊണ്ട് വീണ്ടെടുത്ത നമ്മൾ അവനിലായിരിക്കുന്ന ഒരു വർഷമാകട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അവനാണ് നമ്മളുടെ അവകാശം തരുന്ന ദൈവം. ഈ ലോകത്തിൽ എത്രമാത്രം പേരുണ്ടെങ്കിലും പദവി ഉണ്ടെങ്കിലും, അല്ലെ, എത്രമാത്രം പാരമ്പര്യമായിട്ട് കിട്ടിയ അവകാശങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഒരു കാര്യമില്ല. വേറൊരു അവകാശം തരുന്നു ദൈവം, അല്ലെ? എബ്രഹാമിന് കൊടുത്ത പോലെ താൻ ഒരുപാട് സ്വത്തുകൾ സ്വരൂപിച്ച് കൂട്ടിയിരുന്ന എബ്രഹാം, ഒരുപാട് എന്താ പറയാ, സെർവൻസ് ഉണ്ടായിരുന്നു എബ്രഹാമിന്. പക്ഷെ അതൊന്നുമല്ല കാര്യം. എബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന, നിനക്ക് ഞാനാണ് പരിചയം, അല്ലെ? നിന്റെ എക്സീഡിംഗ്ലി ഗ്രേറ്റ് റിവാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അതിമഹത്തരമായിട്ടുള്ള എന്താ പറയുക, റിവാർഡ്, അല്ലെ? നിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. അവനായിരിക്കട്ടെ നമ്മളുടെ അതിമഹത്തരമായിട്ടുള്ള ആ റിവാർഡ്, അല്ലെ? അതിനുവേണ്ടി നമുക്ക് അവനിലായിരിക്കും, യേശു ക്രിസ്തുവിലായിരിക്കാം ഇന്ന് ഈ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഞാൻ യേശുവിന്റെ ഒപ്പമാകാനാ പോകുന്നത്, അല്ലെ? അവനാണ് എന്റെ അവകാശം. എന്റെ കണ്ണ് അവിടെയാണ്, എന്റെ ഹൃദയം അവനിലാണ് ഇരിക്കുന്നത്, അല്ലെ? എന്റെ കണ്ണ് അവനിലാണ് ഇരിക്കുന്നത്. അവനാണ് എനിക്ക് എല്ലാം എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം വിക്ടോറിയസ് ആയിട്ടും വിജയകരമായിട്ടുള്ള ജീവിതമായിരിക്കും. അല്ലാതെ നമ്മൾ ഈ ലോകത്തെ കാണുന്നതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തുള്ളതും കാണത്തില്ല, ദൈവത്തിലുള്ളതും കാണത്തില്ല, അല്ലെ? അങ്ങനെ കാരണം ഈ ലോകത്തുള്ളതും കാണത്തില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ലോകവും ഭൂമി എല്ലാത്തിനും ദൈവം നശിപ്പിച്ച് കളയാൻ പോകും, അല്ലെ? ഇനി ഈ ലോകത്തിലുള്ളതും വെച്ചോണ്ട് നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കത്തില്ല. ദൈവത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ നമ്മൾ ചെന്നെത്തുന്ന പാതാളത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിൽ, അല്ലെ, നമ്മള് യേശുക്രിസ്തുവിലായിരിക്കാം, നമുക്ക് അവനായിരിക്കട്ടെ നമ്മുടെ അവകാശം, അല്ലെ? ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. താങ്ക് യു മൈറ്റി കിങ് മാസ്റ്റർ ഗോഡ്. ഞങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ അവകാശമായിട്ട് അങ്ങ് ലോകത്തിലേക്ക് വന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഒന്നിനും കൊള്ളാതിരുന്ന ആൾക്കാരെ കർത്താവ്, പാപത്തിന്റെ ചേറ്റുകളിലായിരുന്ന ആൾക്കാരെ അങ്ങയുടേതാക്കി മാറ്റി കർത്താവെ. ഇന്ന് ഞങ്ങൾക്കൊരു ജീവൻ തന്നിരിക്കുന്നു. യേശുവെ, നന്ദി പിതാ കർത്താവെ. അങ്ങ് ഞങ്ങളുടെ അവകാശമായിരിക്കുന്നു, ഇൻഹെറിറ്റൻസ് കർത്താവെ, എക്സീഡിംഗ്ലി ഗ്രേറ്റ് റിവാർഡ് അങ്ങ് കർത്താവ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. അങ്ങയുടെ ജീവിതത്തിനായിട്ട് നന്ദി പറയാം, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രകാശത്തിന്റെ അവകാശികളൊക്കെ മാറ്റിയിട്ടുണ്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അമ്മേ, ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ലോർഡ് ഫാദർ ഗോഡ്, ഒരു വർഷമാണ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയിലായിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതം, അങ്ങനെ വളർന്നവരായിരിക്കട്ടെ, ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.